എല്ലാവർക്കും തിരുവോണാശംസകൾ. തിരുവോണത്തെക്കുറിച്ചൊരു കള്ളക്കഥ കാലങ്ങളായി നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. അതായത് കേരളം ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ് മഹാബലിയെന്നും ആ മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെന്നും ആണ്ടിൽ ഒരിക്കൽ, അതായത് വർഷത്തിലൊരിക്കൽ മഹാബലി ചക്രവർത്തി തൻ്റെ പ്രജകളെ കാണുവാൻ, നാട് കാണുവാൻ വേണ്ടി ഭൂമിയിൽ വരുന്ന ആ ദിനമാണ് തിരുവോണമെന്നും ഒക്കെ ഒരു കള്ളപ്രചരണം നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മഹാബലി കേരളം ഭരിച്ചിരുന്നില്ല, മറിച്ച് അസുര സാമ്രാജ്യത്തിൻ്റെ അധിപതിയായിരുന്നു മഹാബലി. അഹങ്കാരം മൂത്ത് 3 ലോകവും കീഴടക്കി വെച്ച് ആ മഹാബലി ഒരു നർമ്മദയുടെ തീരത്ത് ഭൃഗു കച്ചം എന്ന സ്ഥലത്ത് ഒരു യാഗം നടത്തുകയുണ്ടായി. ആ യാഗത്തിലാണ് വാമനമൂർത്തി എത്തുന്നതും തനിക്ക് സ്വസ്ഥമായി തപസ് ചെയ്യുവാൻ 3 അടി മണ്ണ് ആവശ്യപ്പെട്ടതും. അങ്ങനെ 3 അടി മണ്ണ് ആവശ്യപ്പെട്ടു, കൊടുത്തു. മഹാബലി അനുമതി കൊടുത്തു. അതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ അനുമതി കൊടുത്തു. ആദ്യത്തെ ചുവട് വെച്ചു. ഭൂമിയും അതുപോലെ പാതാളവും അളന്നു ഒറ്റ ചുവട് കൊണ്ട്. രണ്ടാമത്തെ ചുവട് കൊണ്ട് സ്വർഗവും അളന്നു. മൂന്നാമത്തെ ചുവട് വയ്ക്കാൻ ഇടയില്ലാതെ വന്നപ്പോൾ, സ്ഥലം കാണിച്ചു കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ, മഹാബലിയുടെ മുത്തച്ഛനും ഹിരണ്യകശിപുവിൻ്റെ പുത്രനുമായ പ്രഹ്ലാദൻ ഭഗവാനോട്, വിഷ്ണുഭക്തനാണല്ലോ പ്രഹ്ലാദൻ, ഭഗവാനോട് അപേക്ഷിച്ചു. ധനമെല്ലാം നശിച്ചു, എല്ലാം തീർന്ന മഹാബലിയെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ അനുഗ്രഹിക്കാൻ സമയമായി വരുന്നതേ ഉള്ളൂ. ആ സമയമാകുമ്പോൾ അത് ഞാൻ കൃത്യമായും ഇവനെ അനുഗ്രഹിക്കും. ഇവൻ്റെ ധനമെല്ലാം നശിച്ച് അഹങ്കാരമെല്ലാം തീർന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഭഗവാന്റെ തൃപ്പാദം മഹാബലിയുടെ ശിരസിൽ കേവലം ഒന്ന് സ്പർശിച്ച്, ഭഗവാന്റെ പാദസ്പർശം എന്ന് പറയുന്നത് അത്യന്തം ശ്രേയസ്കരമാണ്, അങ്ങനെ അനുഗ്രഹം കൊടുത്ത് സുതലത്തിൽ പോയിരിക്കുവാനാണ് പറഞ്ഞത്, പാതാളത്തിൽ പോയിരിക്കുവാനല്ല പറഞ്ഞത്. ഈ സുതലം എവിടെയാണ്? മനസ്സിൻ്റെ നല്ല തലത്തിനാണ് സുതലം എന്ന് പറയുന്നത്. അവിടെ അഹങ്കാരം ഒക്കെ ശമിച്ച് അഷ്ടരാഗങ്ങൾ നീങ്ങിയാൽ ആ വ്യക്തി ഇരിക്കേണ്ട സ്ഥലം സുതലമാണ്. മനസ്സിൻ്റെ നല്ല തലം എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ ഇരിക്കുക. ഇതാണ് സംഭവം. ഈ കഥയാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. ഭാഗവതത്തിലും ഇതാണ് പറയുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും നമസ്തേ.